ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനിലാണ്. വേറെങ്ങുമല്ല, പ്ലാങ്കുടിക്കാവ് ഇക്കോ ടൂറിസം സെൻറ്റർ എന്നാണ് ആ സ്ഥലത്തിന് പേര്. ഇന്നിവിടെ നല്ല മഴയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോവാം. ഇവിടെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്ലാങ്കുടിക്കാവ് ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതുപോലെ ഇന്ന് നമ്മൾ വന്ന ഈ സമയം നല്ല മഴയാണ് ഇവിടെ. അതുപോലെ നല്ല കോടയെല്ലാം നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മൾ കൊണ്ടകിട്ടി മലയെന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ കുരിശുമലയും കാളിപാറയൊക്കെ വരുന്നത്. നല്ല കോട മഞ്ഞുണ്ട് ഇവിടെ. ഇതാണ് ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, എല്ലായിടവും നല്ല കോട നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു കടുമ്പു പാറ എന്ന് പറഞ്ഞിട്ട്. ആ പാറയിലെ പോലെ നമുക്ക് നമ്മുടെ ഈ പാറ എല്ലായിടവും നമുക്ക് ഈ ബൈക്കായാലും കാറായാലും ഒക്കെ ഫുള്ള് കയറ്റാനായിട്ട് പറ്റും. ഇവിടുത്തെ ഈ പ്ലാങ്കുടിക്കാവെന്ന് ഇവിടെ പേര് വരാനായിട്ട് കാരണം, ഇവിടെ ഒരുപാട് പ്ലാവുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതുപോലെ തന്നെ ആദിവാസികൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ചെറിയ കുടികളൊക്കെ ആയിട്ടാണ് ഇവിടെ താമസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ പ്ലാങ്കുടി എന്ന് പറയുന്നൊരു പേര് ഇവിടെ വന്നത്. അതുപോലെ ഇവിടെ ഒരു കാവും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ അത് കാണാനായിട്ടൊന്നും പറ്റുന്നില്ല, എവിടെയാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ പ്ലാങ്കുടിക്കാവെന്ന് പറയുന്ന ആ ഒരു പേര് വരാനായിട്ട് കാരണം. ഇവിടെ വളരെ നിരന്ന ഒരു പാറ തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബൈക്കിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് മുഴുവൻ ഇവിടെ വരെയും നമുക്ക് ബൈക്കൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതുമാത്രമല്ല, ഇവിടെ ഒരു നിരന്ന പാറ ആയതുകൊണ്ട് ഇതിനെ നെടുംപാറ എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ആ കാണുന്നതാണ് കൊണ്ടകെട്ടി മല. അതിന് മുകളിലായിട്ടൊക്കെ ആളുകൾ നിൽക്കുന്നതൊക്കെ നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ അതിനിപ്പുറത്തായിട്ടാണ് നമ്മുടെ കൂനിച്ചി മല വരുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൂനിച്ചി മലയെ പറ്റി. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാങ്കുടിക്കാവ് എക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 14 ഏക്കറിലായിട്ടാണ് ഈ ഒരു പാറ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് താഴെ അവിടം വരെ നമുക്ക് ആ പാറയൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് അവിടം വരെ പോയി നോക്കാം, അവിടുത്തെ ഒരു വ്യൂവും കൂടെ. അപ്പോൾ നമ്മളിവിടെ വരുന്ന വഴിക്ക് നമ്മൾ ഈ സൈഡിലായിട്ട് ഇവിടെ ഈ ടൂറിസത്തിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ചെറിയ കമ്പികളെല്ലാം ഈ പാറയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വരുന്നവർ മാക്സിമം സൂക്ഷിച്ച് വരിക, അല്ലെങ്കിൽ നമ്മുടെ കാലൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഇന്നത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഒരു രക്ഷയില്ലാത്തൊരു വൈബാണ് ഇവിടെ. ചെറിയ മഴയും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ, കണ്ടില്ലേ, കോടയെല്ലാം ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമാണ് ഇവിടെ കാണാൻ. എന്തായാലും ഇന്ന് വന്ന ദിവസം വളരെ മനോഹരമായിട്ടുള്ള ദിവസം തന്നെയാണ്. ചെറിയ മഴയും നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ആ ഒരു ആ പാറയിൽ നിന്ന് താഴത്തെ ഒരു ചെറിയ പാറയിലിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അടിപൊളിയും നല്ല മഞ്ഞൊക്കെ ഇറങ്ങി നല്ല രസമാണ്. നമുക്ക് അവിടുത്തെ ആ മലയൊന്നും കാണാൻ പോലും പറ്റുന്നില്ല.
ഇവിടെ നിന്നിട്ടുള്ള റിവ്യൂവും കൂടെ നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഞാൻ ഒരു 360 ഡിഗ്രിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, അവിടെയെല്ലാം ആ കൊണ്ടകെട്ടി മലയുടെ ആ ഒരു താഴ്വാരത്തൊക്കെ ആയിട്ട് നല്ല മഞ്ഞൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ മിസ് ചെയ്യല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അത്ര മനോഹരമാണ് ഇവിടെ. ഇനി നമ്മൾ പോകാൻ പോകുന്ന ഒരു ചെറിയൊരു ഗുഹയിലോട്ടാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു കാവ് ഉണ്ടായിരുന്നല്ലോ. ആ കാവിൽ ഇവിടെ ഒരു മൂപ്പനാണ് അവസാനമായിട്ട് പൂജ നടത്തിയിരുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന ഒരു ഗുഹയാണ് ഇവിടെ താഴെയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുകൂടെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കാട് പോലെ ആയിട്ടുണ്ട്. നമുക്കിത് ഇതിന് അകത്തോട്ടാണ് പോകേണ്ടത്. ഇതാണ് നമ്മുടെ ആ പാറയുടെ ഒരു താഴ്വശം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗുഹ. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗുഹയായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു മറ പോലെ ഇരിക്കുന്നത് ഈ പാറ. നമുക്കിവിടെ വന്നൊക്കെ വിശ്രമിക്കാനുണ്ടാവും. ഒരുപാട് പേരൊക്കെ ഇവിടെ വന്ന് ഇവിടെ എല്ലാം നാശമാക്കുന്നുണ്ട്, പ്ലാസ്റ്റിക്കുകളും അതെല്ലാം കൊണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ ആ ഒരു കാര്യം കൂടെ സൂക്ഷിക്കുക, നമ്മളെ പ്രകൃതി നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് കണ്ടോ, ഈ വശത്തായിട്ടും ഇവിടെയും അതുപോലെ ആ ഭാഗത്ത് ഒരു ചെറിയൊരു ഗുഹയായിട്ട് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ആ ഒരു മൂപ്പൻ അവസാന നാളുകളിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് തന്നെ കാണല്ലോ ഇവിടെ എത്ര മനോഹരമാണെന്ന്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല സ്ഥലമാണ്. നമ്മളിന്ന് വന്ന ദിവസം തന്നെ ചെറിയ മഴയും അതുപോലെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. വളരെ മനോഹരമാണ് ഇവിടെ കാണാൻ. അപ്പോൾ ഇവിടെ വരാനുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളറട ജംഗ്ഷനിൽ നിന്നും കൂതാളി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.